ഹായ് ഓൾ, ഇറ്റ്സ് മീ ദിവ്യ. കുന്തൻ സ്റ്റോൺ ജ്വല്ലറീസ് ആണല്ലോ ഇപ്പോൾ ട്രെൻഡ്. അപ്പോൾ നമുക്ക് കുന്തൻ സ്റ്റോൺസ് യൂസ് ചെയ്ത് സിമ്പിളായിട്ട് ഒരു ബ്രേസ്ലെറ്റ് റെഡിയാക്കാം. ആദ്യം OHP ഷീറ്റിൽ ഒരു B7000 ഗം യൂസ് ചെയ്തിട്ട് ഞാനൊരു സിമ്പിളായിട്ട് ഒരു ഡിസൈൻ സെറ്റ് ചെയ്യാൻ നോക്കുവാണ്. അപ്പോൾ ഞാൻ വൈറ്റ് കുന്തൻ സ്റ്റോൺസും റെഡ് സ്റ്റോൺസും യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഡിസൈൻ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് OHP ഷീറ്റ് കട്ട് ചെയ്ത് ഒരു ക്യാൻഡിൽ യൂസ് ചെയ്ത് നമുക്ക് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് തീയിൽ കാണിച്ചാൽ മതി, നല്ല ഷേപ്പായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ വെക്കാൻ ഒരു ഗോൾഡൻ ഐ പിൻ എടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഒരു ലൂപ്പ് ഉണ്ടാക്കണം. ഒരു സൈഡിലൊരു ലൂപ്പ് ഉണ്ടല്ലോ, എൻ്റെ അപ്പുറത്തെ സൈഡിലേയും കൂടെ ഇങ്ങനെ ലൂപ്പ് ഉണ്ടാക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ച കുന്തൻ സ്റ്റോണിൽ വെച്ച് മെഷർ ചെയ്ത് നോക്കണം കേട്ടോ, ലെങ്ത്ത്. എന്നിട്ട് ആ ഗോൾഡൻ കമ്പി നമുക്ക് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടായി, പിന്നെ ഇങ്ങനെ നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു വാക്സ് പേപ്പർ യൂസ് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഗോൾഡൻ കുന്തൻ സ്റ്റോൺ ഡിസൈനിലും അതുപോലെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുവാണേ. സെക്കൻഡ് ഡിസൈൻ്റെ ബാക്കിലും നമുക്ക് ആ വാക്സ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഷേപ്പ് കട്ട് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ. ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ രണ്ട് സൈഡിലും വെക്കാനുള്ള ചെയിൻ സെറ്റ് ചെയ്യാം. അതിന് ഞാനൊരു വൈറ്റ് പേൾ ബീഡും ഒരു ഗോൾഡൻ കമ്പിയിൽ ഇങ്ങനെ എടുത്തിട്ട് ഒരു ലൂപ്പ് ഉണ്ടാക്കി ഇട്ട് കൊടുക്കുക. അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഒരു ലൂപ്പ് സെറ്റാക്കുക. ഇതേ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ലൂപ്പ് സെറ്റാക്കി എൻ്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യുക. നെക്സ്റ്റ് കണ്ടോ, ഇങ്ങനെ ഒരു ഗുങ്കുരു പോലെ കിട്ടും. രണ്ട് സൈഡിൽ ഹോളായിരിക്കും. ഒരു സൈഡിലെ ഹോളിൽ ഗോൾഡൻ കമ്പി വീണ്ടും ഇങ്ങനെ കയറ്റിയിട്ട് വീണ്ടും അവിടെ ഒരു ലൂപ്പ് ഉണ്ടാക്കി നെക്സ്റ്റ് ബീഡ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഇട്ടിട്ട് ഒരു ചെയിൻ പോലെ, ഒരു വൈറ്റ് പേളിൻ്റെ ചെയിൻ പോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ ചെയിൻ സെറ്റ് ചെയ്തെടുക്കണം. കണ്ടോ, വൈറ്റോ ബ്ലാക്കോ റെഡോ നമുക്കിഷ്ടമുള്ള ബീഡ്സ് യൂസ് ചെയ്ത് ഇങ്ങനെ ചെയിൻ സെറ്റാക്കാം. 4 എണ്ണം വേണം. രണ്ട് സൈഡിലും രണ്ടെണ്ണം വീതം 4 ചെയിൻസ് സെറ്റാക്കി എടുക്കണം നമുക്ക്. കണ്ടോ ഇങ്ങനെ. ഇനി നമ്മൾ നേരത്തെ ഡ്രൈ ചെയ്യാൻ വെച്ച് വാക്സ് പേപ്പർ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും തീയിൽ കാണിച്ചിട്ട് ആ വാക്സ് പേപ്പർ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. സൈഡൊക്കെ നല്ലതുപോലെ ഷേപ്പായി കിട്ടും. ഇനി നമുക്ക് ചെയിൻസ് എടുത്ത് സെറ്റാക്കാം. ചെയിൻസ് നമ്മൾ കുന്തൻ സ്റ്റോൺസ് യൂസ് ചെയ്ത ഡിസൈനിൽ അതിങ്ങനെ ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കത്ത് സൈഡിൽ രണ്ടെണ്ണം വീതം ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഓരോ ലൂപ്പിലും രണ്ടെണ്ണം വീതം രണ്ട് സൈഡിലും രണ്ടെണ്ണം ഇങ്ങനെ. എന്നിട്ട് നല്ലതുപോലെ ടൈറ്റാക്കി കൊടുക്കുക. അങ്ങനെ നല്ലതുപോലെ ടൈറ്റാക്കി സെറ്റാക്കണം. ഓക്കെ, ഇപ്പോൾ വൈറ്റും ബ്ലാക്കും റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചെയിനിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഗോൾഡൻ ജംപ് റിങ് യൂസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. ഒരു സൈഡിൽ ഗോൾഡൻ ജംപ് റിങ് അങ്ങനെ ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അവിടെയാണ് നമ്മൾ ഹൂക്ക് ഇടാൻ പോകുന്നത്. ഫിഷ് ഹൂക്കോ
എസ് ഹൂക്കോ നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ ഒരു ഫിഷ് ഹൂക്ക് ഇട്ട് കൊടുത്തു. മറ്റേ സൈഡിൽ ഒരു എക്സ്റ്റൻഷൻ ചെയിൻ നമുക്ക് സെറ്റാക്കാം. നല്ല ഹൈ ക്വാളിറ്റി എക്സ്റ്റൻഷൻ ചെയിനാണ്. അപ്പുറത്തെ സൈഡ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച പേപ്പറിൽ നമുക്ക് ഒരു ഗോൾഡൻ മെറ്റാലിക് പെയിൻറ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഫിനിഷിംഗ് ലുക്കാവും. എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലത്തെ കസ്റ്റമൈസ്ഡ് ജ്വല്ലറിക്കായി ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യണേ. താങ്ക് യു.